ഹലോ മക്കളെ, ബോർഡ് എക്സാമിന് മുൻ വർഷത്തിൽ വെച്ചാൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇതാണ് ക്വസ്റ്റൻ മക്കളെ വരുന്നത്. എയും ബിയും രണ്ട് ഇവന്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ കോംപ്ലിമെന്റ് 0.3. പി ഓഫ് എ കോംപ്ലിമെന്റ് 0.3 ആണെങ്കിൽ അപ്പോൾ തന്നെ ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 0.3 വിച്ച് ഇംപ്ലൈസ് പി ഓഫ് എ എന്താണ്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പി ഓഫ് എ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. അഥവാ 1 മൈനസ് 0.3 ഇറ്റ് ഇസ് സെയിം ആസ് 0.7. അപ്പോൾ പി ഓഫ് എ എളുപ്പത്തിൽ പറഞ്ഞു അത് 0.7 ആണെന്ന് മനസ്സിലായി. അടുത്തേക്ക് പോകുന്നു. പി ഓഫ് എ 0.7, പി ഓഫ് ബി 0.4 എങ്കിൽ ഒപ്പം തന്നെ അറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? അത് 0.1. അങ്ങനെയാണെങ്കിൽ എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. കാരണം മക്കളെ ഇതാണ് വെൻ ഡയഗ്രാം നോക്കട്ടെല്ലാവരും. ഇതാണ് എൻ്റെ എ, ഇതാണ് എൻ്റെ ബി. അപ്പോൾ ഇവൻ എ, ഇവൻ ബി. സോ എയുടെയും ബി കോംപ്ലിമെന്റിന്റെയും കോമൺ ഭാഗം അതേതാണ്? അത് ഈ കാണുന്ന ഭാഗം മാത്രമാണ്. ഈ ഒരു പീസാണ് നമുക്ക് എയിലുമുണ്ട്, അതുപോലെ തന്നെ ബി കോംപ്ലിമെന്റിലുമുണ്ട്. ഈ ഒരു പീസ് ലഭിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ കിടക്കുന്ന ഇന്റർസെക്ഷന്റെ ഭാഗം ഒഴിവാക്കി അല്ലേ? അഥവാ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് ടോട്ടൽ എയിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കി. ഇതാണ് ഇവിടുത്തെ കീ പോയിന്റ്. സോ പി ഓഫ് എ നമുക്ക് എല്ലാവർക്കും അറിയാം അത് 0.7 ആണ്. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇറ്റ്സ് ഗിവൻ ദാറ്റ് 0.1. So 0.7 minus 0.1, the answer is 0.6. ഇത്ര മാത്രം ചോദ്യം. എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ സൂപ്പർ 6ൽ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, ബൈ, താങ്ക് യു.